അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഇന്ന് വിവാദമായി കൊണ്ടിരിക്കുന്ന സിഹിർ വിഷയത്തിലുള്ള എൻ്റെ മൂന്നാമത്തെ സംസാരമാണ് നിങ്ങൾ കേൾക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ വിസ്ഡം മുജാഹിദുകളും മർക്കസുദ് ദഅവ KNM മുജാഹിദുകളും തമ്മിൽ നടക്കുന്ന ഗണ്ണന പ്രഭാഷണത്തിൽ കൂടുതൽ ചർച്ചയായി കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സിഹിർ. മർക്കസുദ് ദഅവ മുജാഹിദുകൾക്കെതിരിൽ ഹദീസ് നിഷേധം ആരോപിച്ചുകൊണ്ട് വിസ്ഡം മുജാഹിദുകൾ രംഗത്ത് വരുമ്പോൾ അവരുടെ ആശയ പാപ്പരത്വം തുറന്നു കാണിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മുമ്പ് ഞാൻ ചെയ്ത 2 വീഡിയോകൾ, ഒന്ന് KM മൗലവിയുടെ സിഹിറുമായി ബന്ധപ്പെട്ട നിലപാട് സംബന്ധിച്ചായിരുന്നു. രണ്ടാമത്തേത് അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ സിഹിറുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ച വിഷയത്തെക്കുറിച്ചായിരുന്നു. മൂന്നാമത്തെ ഇന്നത്തെ എന്റെ സംസാരത്തിൽ മറ്റു മുജാഹിദ് മൗലവിമാർ സിഹിറുമായി ബന്ധപ്പെട്ട് എഴുതുകയും പറയുകയും ചെയ്ത സംഗതികളെ കുറിച്ചാണ്. സിഹിറുമായി ബന്ധപ്പെട്ട് പൂർവ്വകാല മുജാഹിദ് നേതാക്കൾ എഴുതുകയും പറയുകയും ചെയ്തത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന സക്കരിയ സ്വലാഹിയുടെ ഒരു പഴയ പ്രഭാഷണ ക്ലിപ്പുണ്ട്. അതൊന്ന് നിങ്ങൾ ആദ്യം കേൾക്കുക. സിഹിർ വലിക്കൂല, സിഹിർ വലിക്കുന്ന തലാഖതിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം. പിന്നീട് എനിക്ക് മനസ്സിലായി, ഹദീസുകൾ പഠിച്ചു, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ കുറിച്ച് പഠിച്ചു, അതുപോലെ അറബ് രംഗവുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു. അങ്ങനെ അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലായി അഹ്ലുസുന്നത്തിന്റെ മാർഗം ഏതാണ്, സലഫിയ്യത്ത് എന്താണ്. അപ്പൊ ഞാനൊക്കെ തിരുത്തി. സക്കരിയ സ്വലാഹിയുടെ അദ്ദേഹത്തിലേക്ക് പുതിയ വാദങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. നാസിറുദ്ദീൻ അൽബാനിയിൽ നിന്ന്, ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കുറെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു പുതിയ വാദം ലഭിച്ചത് എന്ന്. വാസ്തവത്തിൽ ഇന്ന് വിസ്ഡം മുജാഹിദുകളും KNM CD ടവർ മുജാഹിദുകളും പറയുന്നത് പോലെ നേരത്തെ തന്നെ കേരളത്തിലെ മുജാഹിദുകൾ എഴുതുകയും പറയുകയും ചെയ്തത് സിഹിർ ഫലിക്കും എന്നായിരുന്നുവെങ്കിൽ എന്തിനാണ് സക്കരിയ സ്വലാഹിക്ക് നാസിറുദ്ദീൻ അൽബാനിയെ ആശ്രയിക്കേണ്ടി വന്നത്? എന്തിനാണ് ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പുസ്തകങ്ങളെ ആശ്രയിക്കേണ്ടി വന്നത്? ഉത്തരം കൃത്യമാണ്. കേരളത്തിലെ മുജാഹിദുകൾ അന്നോളം പറഞ്ഞിരുന്നത് സിഹിർ ഫലിക്കില്ല, ഫലിക്കുമെന്നത് അന്ധവിശ്വാസമാണ് എന്നായിരുന്നു. അതിന് വിരുദ്ധമായ ഒരു ആശയമാണ് സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതരിൽ നിന്ന് കേരളത്തിലെ മുജാഹിദുകൾ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചത്. 2001 കേരളത്തിലെ മുജാഹിദുകൾക്കിടയിലെ ഭിന്നിപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഗൾഫ് സലഫിസം. അന്ന് ഗൾഫ് സലഫികളിൽ നിന്ന് കേരളത്തിലെ മുജാഹിദുകളിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട പുതിയ ഒരു വിവാദം കൂടിയായിരുന്നു സിഹിർ. ഈ പുതിയ ഒരു വാദവുമായി സക്കരിയ സ്വലാഹി രംഗത്ത് വരുമ്പോൾ ആദ്യം ഈ വിഷയത്തെ ഒന്ന് മയപ്പെടുത്തി അവതരിപ്പിക്കാനാണ് അദ്ദേഹവും ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പഴയ പ്രഭാഷണ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. മറ്റുള്ളവർ നമുക്കെതിൽ സിഹിർ ചെയ്താൽ സിഹിർ നമുക്ക് ബാധിക്കും. ബാധിക്കാൻ കാരണം എന്താ? നമ്മൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കാത്ത സന്ദർഭത്തിൽ ദുർബല വിശ്വാസി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാവില്ലേ? നമ്മൾ വിശ്വാസി ദുർബലത ബാധിക്കാറില്ലേ? അപ്പൊ നമ്മൾ ദിക്റുകൾ പതിവാക്കണം, ജമാഅത്തായി നമസ്കാരം പതിവാക്കണം, ഹറാമായ വസ്തുക്കൾ തിന്നാതിരിക്കണം, മ്യൂസിക് ഒഴിവാക്കണം, ചിത്രങ്ങളും ഫോട്ടോകളും രൂപങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ശൈത്താനെ നമ്മൾ ഉപദ്രവിക്കാൻ കഴിയില്ല, സിഹിർ നമ്മളെ ബാധിക്കൂല. പക്ഷെ ഇതിലൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് ഗഫ്ലത്ത് ഉണ്ടായാൽ ആ സന്ദർഭത്തിൽ നമുക്കും ബാധിക്കാം. ഇവിടെ സക്കരിയ സ്വലാഹി പറയുന്നത് ദുർബല വിശ്വാസികളെയാണത്രേ സിഹിർ ഫലിക്കുക. അള്ളാഹുവിനെ സ്മരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ഗഫ്ലത്ത് അഥവാ അശ്രദ്ധ നമ്മെ ബാധിക്കുകയാണെങ്കിൽ അങ്ങനെയാണത്രേ സിഹിർ നമ്മിലേക്ക് എത്തുന്നത്. അല്ലാതെ ബലമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സിഹിർ ഫലിക്കില്ല എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഏതായിരുന്നാലും പണ്ട് കാലത്ത് ഈ മുജാഹിദ് മൗലവിമാരെല്ലാം തന്നെ തെരുവിൽ വന്നുകൊണ്ട് സുന്നികളെ വെല്ലുവിളിച്ചു സിഹിറുമായി ബന്ധപ്പെട്ട് അവർ യഥേഷ്ടം പ്രസംഗിക്കാറുണ്ട്. ആ പ്രസംഗത്തിനെല്ലാം ഒരു ശൈലിയുണ്ട്. അത് സുന്നികളെ പരിഹസിച്ചുകൊണ്ട് വെല്ലുവിളിക്കുക എന്നതായിരുന്നു. ഇന്ന് മർക്കസുദ് ദഅവ മുജാഹിദുകൾ ഏതൊരു തരത്തിലുള്ള പരിഹാസവും വെല്ലുവിളിയുമാണോ നടത്തുന്നത്, അതേ തരത്തിലുള്ളത്. ഈ വിഷയത്തിന്റെ സമീകരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആദ്യം മർക്കസുദ് ദഅവ മുജാഹിദുകൾ മറ്റു മുജാഹിദുകളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രഭാഷണ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ആ വെല്ലുവിളിയുടെ അതേ അർത്ഥത്തിൽ ഞങ്ങൾ സക്കരിയ വിഭാഗത്തിനോട്, സക്കരിയാക്കളോട്, അവരെ പിന്താങ്ങുന്ന ഖാദിരികളോട് വെല്ലുവിളിക്കുന്നു. ഇതാ ഹുസൈൻ മടവൂരിനെതിരെ സിഹിർ ചെയ്താളി, സിപിക്കെതിരെ സിഹിർ ചെയ്യൂ, പ്രസംഗിച്ച് നടക്കുന്ന ഞങ്ങൾക്കെതിരെ സിഹിർ ചെയ്യൂ. വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റുമോ? മുബാഹല മാത്രമല്ലല്ലോ, ഇതും നടത്താൻ പറ്റും. വെല്ലുവിളി ചെയ്യേ. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ കുഴഞ്ഞു വീഴട്ടെ, ബുദ്ധി നശിക്കട്ടെ.
സാധ്യമല്ല. വെല്ലുവിളി കൃത്യമാണ്. അലി മദനി മൊറയൂരി ഇവിടെ വെല്ലുവിളിക്കുന്നത് മറ്റു മുജാഹിദ് ഗ്രൂപ്പുകളെയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ഞങ്ങൾക്കെതിരെല്ലാം ഓരോ സിഹ്ർ ചെയ്യൂ, ഞങ്ങൾ കുഴഞ്ഞു വീഴട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ വെല്ലുവിളിയുടെ സ്വരങ്ങളായിരുന്നു പഴയ കാലത്ത് എല്ലാ മുജാഹിദുകളും നടത്തിയിരുന്നത്. സക്കരിയ സ്വലാഹിയുടെ ഒരു പഴയ വെല്ലുവിളി നിങ്ങളൊന്ന് കേൾക്കുക. നമുക്ക് വെല്ലുവിളിക്കുന്നു ഞങ്ങളൊക്കെ ഇതിനെതിരെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാ. എന്നാ ഈ ചീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തൂടെ? അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാൽക്കത്രേന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ജനപരി പറയണ അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിതിരിക്കാന്നൊക്കെ അതിന് പറയാം. അതിനെല്ലാം എന്തെങ്കിലും കൂടോത്രം ചെയ്താല് പാറാൽക്ക് വന്ന ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി, മോൻ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെങ്കിലും എത്തണമെന്ന് വിചാരിച്ചാ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒരു വലിയ സിഹ്റൻ ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെ പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നാൽ ഒരു ഇസ്രായേലിനെതിരെ സിഹ്റൻ ചെയ്താൽ പോരെ. സക്കരിയ സ്വലാഹിയുടെ വെല്ലുവിളിയുടെ സ്വരം നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം വെല്ലുവിളിക്കുന്നത്, ഞാനിവിടെ പാറാലിൽ പ്രസംഗിക്കാൻ വരുന്ന എന്നെ വഴി തിരിച്ചു വിടുന്നതിന് വേണ്ടി എനിക്കെതിരൊരു സിഹ്ർ ചെയ്താൽ പോരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നേരത്തെ അലി മദനി മൊറയൂരി നടത്തിയ വെല്ലുവിളിക്ക് തീർത്തും സമാനമായ വെല്ലുവിളി. മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒരു സിഹ്ർ ചെയ്താൽ പോരെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടായിരുന്നു ഒരു കാലത്ത് കേരളത്തിലെ മുജാഹിദുകൾ തെരുവീഥികളിൽ പ്രസംഗങ്ങൾ നടത്തിയിരുന്നത്. അന്നത്തെ വെല്ലുവിളി മുജാഹിദുകളിലെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തോടായിരുന്നില്ല, മറിച്ച് സുന്നികളോടായിരുന്നു എന്ന് നാം ചിന്തിക്കണം. നിങ്ങൾ KV അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന മുജാഹിദുകളിലെ ഖുർആൻ പ്രഭാഷകന്റെ ഒരു വെല്ലുവിളി കൂടി നിങ്ങളൊന്ന് കേൾക്കുക. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹ്റോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സിഹ്ർ വെച്ചാ പോരാ. കടവത്തൂര് ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ, നദി പോകും തലശ്ശേരിക്ക് വിട്ടൂറില്ല വണ്ടി. ഇനി അത് മാത്രമല്ല, ഒരൊറ്റ സിഹ്ർ ചെയ്തുകൊണ്ട് ആ ബുഷിന് ആ സദ്ദാം ഹുസൈൻ കഴിച്ചില്ല. KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ വെല്ലുവിളിയും നിങ്ങൾ കേട്ടല്ലോ. ബുഷിനെതിരിൽ ഒരു സിഹ്ർ ചെയ്താൽ അദ്ദേഹത്തെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതാക്കാമല്ലോ എന്നുമാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം വെല്ലുവിളികൾ കേരളത്തിലെ മുജാഹിദുകൾ ഒരു കാലത്ത് നടത്തിയത്? അന്ന് അവർ പറയുകയും എഴുതുകയും ചെയ്തത് സിഹ്റിന് യാഥാർത്ഥ്യമില്ല, സിഹ്ർ ഫലിക്കില്ല എന്നായതുകൊണ്ടാണ്. അന്ന് അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് അവർ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ പ്രബല മുജാഹിദുകൾ സിഹ്ർ അംഗീകരിക്കുന്നവരാണ്, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്, അത് ഫലിക്കുമെന്ന് പറയുന്നവരാണ്, അത് പ്രചരിപ്പിക്കുന്നവരാണ്. മാത്രമല്ല സിഹ്ർ ഫലിക്കില്ലെന്ന് പറയുന്നവർ ഹദീസ് നിഷേധികളാണെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ഈ വിവാദമാണ് ഇന്ന് പരപ്പനങ്ങാടിയിലെ ഖണ്ഡന പ്രസംഗങ്ങളിൽ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും സ്ഥാപക കാലം മുതൽക്ക് തന്നെ കേരളത്തിലെ മുജാഹിദുകൾ സിഹ്റുമായി ബന്ധപ്പെട്ട് ധാരാളം എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. KM മൗലവി സിഹ്റുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചത് ഞാൻ എന്റെ ഒന്നാമത്തെ ചർച്ചയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. എന്റെ രണ്ടാമത്തെ ചർച്ചയിൽ അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ എഴുതി വെച്ചതിനെ കുറിച്ച് പറഞ്ഞതും നിങ്ങൾ കേൾക്കണം. സിഹ്റുമായി ബന്ധപ്പെട്ട് മറ്റു മുജാഹിദ് നേതാക്കൾ എഴുതുകയും പറയുകയും ചെയ്തതിനെ സംബന്ധിച്ചുള്ള ഈ മൂന്നാമത്തെ വീഡിയോയിൽ ഒന്നാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് CA മുഹമ്മദ് മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷയാണ്. നിങ്ങൾ എന്റെ കയ്യിൽ കാണുന്നത് ഫളുലുൽ ജവാദിൽ അക്രം ഫീ തഫ്സീരി ജുസ്ഇ അമ്മ എന്ന CA മുഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷയാണ്. 30ാമത്തെ ജുസ്ഇന് അദ്ദേഹം എഴുതിയ പരിഭാഷയിൽ സൂറത്തുൽ ഫലത്തിനും സൂറത്തുൻ നാസിനും അദ്ദേഹം പരിഭാഷ എഴുതിയിട്ടുണ്ട്. വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്നതിന് CA മുഹമ്മദ് മൗലവി എഴുതിയിരിക്കുന്ന പരിഭാഷ നമുക്കിങ്ങനെ വായിക്കാം. കെട്ടുകളിൽ ഊതുന്നവർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തമ്മിൽ യോജിപ്പിനും സ്നേഹത്തിലും കഴിഞ്ഞു വരുന്നവർ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുവാനായി ഏഷണി പറയുന്നവർ എന്നാകുന്നു. നഫാസാത്തി എന്നത് നഫാസത്തി എന്നതിന്റെ ബഹുവചനമാണ്. അധികമായി അല്ലെങ്കിൽ പലപ്പോഴും ഊതുന്നവൻ എന്നാണ് നഫാസത്തിന്റെ അർത്ഥം. ഇവിടെ CA മുഹമ്മദ് മൗലവി വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്നതിനെ ഏഷണിക്കാരന്റെ ഏഷണി പ്രവർത്തനം മാത്രമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതിലപ്പുറത്തേക്ക് ഇന്ന് സിഹ്ർ ഫലിക്കുമെന്ന് പറയുന്നവർ വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്നത് സിഹ്ർക്കാർ ചെയ്യുന്ന മന്ത്രമാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് ചുരുക്കം. മാത്രവുമല്ല സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഇറങ്ങിയത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചതുമായി ബന്ധപ്പെട്ടാണ് എന്ന പുതിയ മുജാഹിദ് വാദത്തെ നിശിതമായി ഖണ്ഡിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട് CA മുഹമ്മദ് മൗലവി. നമുക്കത് സൂറത്തുൻ നാസിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് വായിക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ ലബീദ് ബിൻ ആസം എന്ന യഹൂദി സിഹർ ചെയ്തുവെന്നും അതിനാൽ നബിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തോന്നത്തക്ക ബ്രഹ്മതയുണ്ടായെന്നും വലിയ സുഖക്കേടുണ്ടായെന്നും അപ്പോഴാണ് ഈ മുഅവ്വദതാനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ബിറബ്ബിൻ നാസും ഇറങ്ങിയതെന്നും അവയിൽ ഓരോ ആയത്തുകൾ ഓതിയപ്പോൾ സിഹർ ചെയ്തിരുന്ന സാധനത്തിൽ ഉണ്ടായിരുന്ന ഓരോ കെട്ടുകൾ അഴിഞ്ഞ് നബിക്ക് സുഖമായെന്നും പറഞ്ഞവരുണ്ട്. അപ്പോ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന കാര്യം ഇന്ന് മറ്റു മുജാഹിദുകൾ പറയുന്നതിനെ പൂർവ്വകാലത്ത് തന്നെ ഗ്രന്ഥങ്ങളിലുള്ളതിനെ CA മുഹമ്മദ് മൗലവിയുടെ ആദ്യം ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇപ്പറഞ്ഞതിനെ കുറിച്ച് ചിലർ കഠിനമായി ആക്ഷേപം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അപ്രകാരം സിഹർ ഫലിച്ചു എന്ന് പറയുന്നത് നബി സിഹർ ചെയ്യപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് കാഫിറുകൾ നബിയെ ആക്ഷേപിച്ചിരുന്നത് തെറ്റാണെന്ന് പറയലാണ്. നബിക്ക് ബ്രഹ്മത വന്നുവെന്ന് പറയുന്നത് നുബുവത്തിന് തന്നെ ഉടവാണെന്നും അതിനാൽ അതുണ്ടാവാൻ പാടില്ലെന്നും ഉണ്ടായെന്ന് പറയുന്നവരെ വിശ്വാസം പിഴച്ചു പോകുമെന്നാണ് ആക്ഷേപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ഫലിച്ചു എന്നതിനെ പലരും ആക്ഷേപിച്ചിട്ടുണ്ട്. ആ ആക്ഷേപിച്ചതിന്റെ കാരണങ്ങളും CA മുഹമ്മദ് മൗലവിയുടെ എടുത്തു പറയുന്നു. എന്നിട്ട് തുടർന്ന് പറയുന്നു, ഇതിന് ചിലർ ചില സമാധാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അഥവാ ഇവരുടെ ഈ ആക്ഷേപത്തിന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പണ്ട് മുതൽക്ക് തന്നെ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ അഹ്ലുസുന്നയുടെ പണ്ഡിതർ നൽകിയ മറുപടിയെയല്ല CA മുഹമ്മദ് മൗലവിയുടെ ശരിവെക്കുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഇതിന് ചിലർ ചില സമാധാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നബിക്ക് സിഹർ ഫലിച്ചുവെന്ന് പറയാതിരിക്കുന്നതിലാണ് രക്ഷ എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ഫലിച്ചുവെന്ന് പറയാതിരിക്കലാണ് രക്ഷ, അതിൽ സംശയിക്കേണ്ടതില്ല എന്നാണ്. ഇതിന് അദ്ദേഹം നിരവധി കാരണങ്ങളും നിരത്തുന്നുണ്ട്. നമുക്കത് തുടർന്ന് കേൾക്കാം. എന്തുകൊണ്ടെന്നാൽ ഇത് ഈമാനിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ഫലിച്ചു എന്ന് പറയുന്നത് ഈമാനിനെ ബാധിക്കുന്ന കാര്യമാണത്രേ. യഖീനുള്ള ഒരു സംഗതിയല്ലാതെ ഈമാനിൽ സ്വീകാര്യമല്ല. ഖുർആൻ കൊണ്ടോ മുതവാത്തിർ ആയ ഹദീസ് കൊണ്ടോ തെളിഞ്ഞിട്ടുണ്ടെങ്കിലല്ലാതെ അതിൽ യഖീൻ വരുവാൻ നിവർത്തിയില്ല. പ്രസ്താവനയിലെ കഥയാണെങ്കിൽ അങ്ങനെ തെളിഞ്ഞിട്ടുള്ളതുമല്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്നത് ഖുർആൻ കൊണ്ടോ മുതവാത്തിർ ആയ ഹദീസ് കൊണ്ടോ തെളിഞ്ഞിട്ടുള്ളതുമല്ല. ഈ സൂറത്തുകൾ മക്കത്ത് നിന്ന് ഇറങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അവ മദീനത്തെ യഹൂദി സിഹർ ചെയ്തത് സംബന്ധിച്ച് ഇറങ്ങിയതാണെന്ന് പറയുവാൻ നിവർത്തിയില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും മക്കയിൽ വെച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നതാവട്ടെ മദീനത്ത് വെച്ചാണ്. അപ്പൊ ആ സംഗതിയെ കുറിച്ചാണ് ഈ സൂറത്തുകൾ ഇറങ്ങിയതെന്ന് പറയാൻ നിവർത്തിയില്ല എന്ന് CA മൗലവി കട്ടായമായി ഇവിടെ പറയുകയാണ്. എന്നിട്ട് കൊണ്ട് പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മക്കിയാണെന്നാണ് ഹസൻ, ഇക്രിമ, അത്വാ, ജാബിർ എന്നീ മഹാന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഫലഖ് മക്കിയാണ്. അതുകൊണ്ട് തന്നെ മദീനത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത് ഇറങ്ങിയതെന്ന് പറയാൻ പറ്റില്ല എന്ന് പണ്ഡിതരെ ഉദ്ധരിച്ചുകൊണ്ടാണ് CA മുഹമ്മദ് മൗലവിയുടെ സമർത്ഥിക്കുന്നത്. കേരളത്തിലെ മുജാഹിദുകളുടെ സ്ഥാപകകാല നേതാവാണ് CA മുഹമ്മദ് മൗലവി. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്നതിനെ നിശേഷം എഴുതിത്തള്ളുന്നത്, എതിർക്കുന്നത്. ഇനി നിങ്ങൾ പറയുക, കേരളത്തിലെ പൂർവ്വകാല മുജാഹിദുകൾ സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞവരായിരുന്നോ അല്ല സിഹർ ഫലിക്കില്ല എന്ന് പറഞ്ഞവരായിരുന്നോ? ഇവിടെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് മർക്കസുദ്ദഅവ മുജാഹിദുകൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നവർ ഏത് തരത്തിലാണത് ബാധിച്ചത് എന്ന വിഷയത്തിലും കൺഫ്യൂഷനിലാണ്. ഷംസുദ്ദീൻ മൗലവി പാലത്ത് പണ്ട് നടത്തിയ ഒരു പ്രഭാഷണ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. പക്ഷേ പ്രവാചകന് വരെ സിഹർ ബാധിച്ചു. പക്ഷേ സിഹർ കൊണ്ട് പ്രവാചകന്റെ ബുദ്ധിയെ നശിപ്പിക്കാൻ ആണ് ജൂത സ്ത്രീകൾ ഉദ്ദേശിച്ചത്. ലബീദ് ബിൻ അഴ്സമാണ് അവർക്ക് വേണ്ടിയിട്ട്, ആ മന്ത്രവാദിനികൾക്ക് വേണ്ടിയിട്ട് മന്ത്രവാദം നടത്തിയത്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അത് നടത്തിയ സ്ത്രീകൾ പറഞ്ഞത്, ഇവനൊരു കള്ളപ്രവാചകനാണെങ്കിൽ നമ്മുടെ സിഹറോടുകൂടി അവൻ തീരും, സത്യപ്രവാചകനാണെങ്കിൽ അവന്റെ ബുദ്ധി മറഞ്ഞു പോവുകയില്ല. ഇവിടെ ഷംസുദ്ദീൻ മൗലവി പാലത്ത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ചെയ്തത് ബുദ്ധി നശിപ്പിക്കുവാൻ വേണ്ടിയാണത്രേ.
എന്നാൽ ഇന്ന് ഫൈസൽ മൗലവി പറയുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടാണത്രേ ഈ സിഹറിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഫൈസൽ മൗലവിയുടെ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ പറഞ്ഞു പ്രവാചകൻ ബുദ്ധി തെറ്റി, പ്രവാചകൻ ഭ്രാന്തനായി, പ്രവാചകൻ ആകെ മാനസികമായി എന്നൊക്കെ ഈ അലിമതിനടക്കമുള്ള ആളുകൾ ആരോപിക്കുന്ന അതൊന്നും ഹദീസിലില്ല, അതൊക്കെ നിങ്ങളുടെ വകയാണ് എന്ന് മാത്രമേ ഇല്ലെന്ന് തന്നെയും പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചു. നബിയുടെ ശരീരത്തിന് മാത്രമേ സ്വാധീനമുണ്ടായിട്ടുള്ളൂ. ഇവിടെ ഫൈസൽ മൗലവി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് മാത്രമേ സിഹിർ ബാധിച്ചിട്ടുള്ളൂ എന്നുമാണ്. ഏതായിരുന്നാലും ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹിർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ പ്രഭാഷണവും ഇന്ന് ഇവർ പറയുന്നതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് ഭാഗവും നിങ്ങളെ കേൾപ്പിച്ചത്. രണ്ടാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് CN അഹമ്മദ് മൗലവി എഴുതിയിരിക്കുന്ന ഖുർആൻ പരിഭാഷയാണ്. നെറ്റിച്ചുളിക്കേണ്ട CN അഹമ്മദ് മൗലവിയെ കേരളത്തിലെ മുജാഹിദുകൾ അവരിലൊരാളായി കൊണ്ടു നടക്കുന്ന കാലത്താണ് ഈ പരിഭാഷ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അഥവാ 1953 സൂറത്തുൽ ബഖറ 102 ആയത്ത് സുലൈമാൻ എന്ന ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് CN അഹമ്മദ് മൗലവി എഴുതിയത് നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബിൽ ഹാറൂത വമാറൂത എന്നതിന് രണ്ട് മലക്കുകൾക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് അത് ആഭിചാര സൂത്രങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ്. അഥവാ ആ ഒരു സംഗതി അദ്ദേഹം നിഷേധിച്ചുകൊണ്ടാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞില്ല വമാ യുഅല്ലിമാനി മിൻ അഹദിൻ എന്നതിനെയും അദ്ദേഹം പറഞ്ഞത് അതായത് അവരുടെ ഹാറൂത്ത് മാറൂത്തിന്റെ പക്കൽ നിന്ന് അവർ ജനങ്ങൾ പഠിച്ചിട്ടുമില്ല എന്നാണ്. അതിനെയും അദ്ദേഹം നിഷേധിക്കുകയാണ്. ഈ രണ്ട് സ്ഥലത്തും നിഷേധാർത്ഥം നൽകിയതിനു ശേഷം അദ്ദേഹം ടിപ്പണിയായി നൽകിയിരിക്കുന്നത് കൂടി നിങ്ങളൊന്ന് കാണുക. സുലൈമാൻ നബി അലൈഹിസ്സലാം മാരണവിദ്യ അഭ്യസിക്കുകയോ അത് പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ഹാറൂത്ത് മാറൂത്ത് എന്നീ പേരിലുള്ള രണ്ട് മലക്കുകൾ മുഖേന അള്ളാഹു അത് അവതരിപ്പിച്ചിട്ടുമില്ല. ആ രണ്ട് മലക്കുകൾ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയോ അങ്ങനെ അതിന്റെ അനർത്ഥങ്ങളെ കുറിച്ച് ജനങ്ങളെ ഉണർത്തേണ്ട ആവശ്യം നേരിടുകയോ ചെയ്തിട്ടില്ല എന്നെല്ലാം ഖുർആൻ വ്യക്തമാക്കുന്നു. ഈ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു പക്ഷം പണ്ഡിതർക്കുള്ള അഭിപ്രായമാണിത്. ഇതു തന്നെയാണ് കൂടുതൽ പ്രബലമായി തോന്നുന്നത്. ഇന്ന് സിഹിർ ഫലിക്കുമെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി CD ടവർ മുജാഹിദുകളും വിസ്ഡം മുജാഹിദുകളും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ആയത്താണ് സൂറത്തുൽ ബഖറ 102 ആയത്ത്. ഇതിനെയാണ് CN അഹമ്മദ് മൗലവി 1953 ഈ തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സിഹിറിനെ പാടെ നിഷേധിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CN അഹമ്മദ് മൗലവി സൂറത്തുൽ ഫലത്തിന്റെയും സൂറത്തുൻ നാസിന്റെയും വ്യാഖ്യാനത്തിലും സിഹറുമായി ബന്ധപ്പെട്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് ധാരാളം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂനുസ് സൂറത്തിൽ വലാ യുഫ്ലിഹു സാഹിറൂൻ എന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ടും സിഹറിനെ നിഷേധിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ആ രണ്ട് എഴുത്തുകളും വരുന്നത് ഒരു പക്ഷേ CN അഹമ്മദ് മൗലവിയെ മറ്റു മുജാഹിദ് മൗലവിമാർ എതിർത്തതിന് ശേഷമാണ് എന്ന ന്യായം പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് ആ രണ്ട് ഭാഗവും ഞാൻ വായിക്കാതെ വിടുന്നത്. മൂന്നാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഉമർ മൗലവി എഴുതിയിരിക്കുന്ന തർജുമാനുൽ ഖുർആനാണ്. 1953 അദ്ദേഹം ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് KM മൗലവിയാണ്, EK മൗലവിയാണ്, CA മുഹമ്മദ് മൗലവിയാണ്. സൂറത്തുൽ ബഖറ 102 ആയത്ത് സുലൈമാൻ എന്ന ആയത്ത് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഉമർ മൗലവി എഴുതുന്നത് നമുക്കിങ്ങനെ വായിക്കാം. ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് ഉമർ മൗലവി എഴുതുന്നു അവർ പഠിക്കുന്നു യാതൊന്നിനെ യദുർറുഹും അത് അവർക്ക് ദോഷം വരുത്തും വലാ യൻഫഉഹും അത് അവർക്ക് ഗുണം ചെയ്യുകയില്ല. ബ്രാക്കറ്റിൽ അവർക്ക് ദോഷം വരുത്തുന്നതും യാതൊരു ഗുണം ചെയ്യാത്തതുമായ സംഗതികൾ അവർ പഠിക്കുന്നു. വീണ്ടും വിശദീകരിക്കുന്നു, അതായത് ഈ പഠിപ്പ് മൂലം അവർക്ക് പല ഗുണങ്ങളും നേടാൻ കഴിയുമെന്ന് അവർ വ്യാമോഹിക്കുന്നു. എന്നാൽ യാതൊരു ഗുണവും അതുകൊണ്ടുണ്ടാവുകയില്ല, മാത്രമല്ല ദോഷമുണ്ടാകുകയും ചെയ്യും. വളരെ കൃത്യമായിട്ടാണ് സിഹിറിലൂടെ എന്തൊരു ഫലമാണോ ഉണ്ടാവേണ്ടതായി അവർ കരുതുന്നത് അതിനെ വ്യാമോഹമായി ഉമർ മൗലവി ഇവിടെ അവതരിപ്പിക്കുന്നത്.
കഴിഞ്ഞിട്ടില്ല. ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകം, അത് എല്ലാ മുജാഹിദുകളും വായിച്ചിരിക്കാൻ ഇടയുള്ള ഒരു പുസ്തകമാണ്. ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ ഉമർ മൗലവി സിഹറുമായി ബന്ധപ്പെട്ട ചർച്ച അവസാനിപ്പിക്കുന്നത് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതൊന്ന് നമുക്ക് വായിക്കാം. പാമരന്മാരെ വഞ്ചിക്കുവാൻ വേണ്ടി പിശാച് ആസൂത്രണം ചെയ്യുന്ന അതിസമർത്ഥമായ പകിട്ടു വിദ്യകളത്രേ ഇതെല്ലാം. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് ഉമർ മൗലവി ഉദ്ധരിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അഥവാ സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന എല്ലാ കൃത്യങ്ങളെയും പകിട്ടു വിദ്യ എന്ന പേരിൽ അമാനി മൗലവി എഴുതിയതിന് അതേപടി ഉദ്ധരിച്ച് അവസാനിപ്പിക്കുകയാണ് ഉമർ മൗലവിയും ഇവിടെ ചെയ്തിരിക്കുന്നത്. അമാനി മൗലവി പകിട്ടു വിദ്യ എന്ന് ഉപയോഗിച്ചത് യാഥാർത്ഥ്യമുള്ള സിഹറിനെ കുറിച്ചാണോ യാഥാർത്ഥ്യമില്ലാത്ത സിഹറിനെ കുറിച്ചാണോ എന്ന് അമാനി മൗലവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിയ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് ആവർത്തിച്ച് കേൾക്കുന്നത് നന്നായിരിക്കും. സിഹറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് പഴയ കാലത്ത് മുജാഹിദുകൾ എഴുതി വെച്ച 5ാമത്തെ രേഖ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അൽമനാർ 1982 നവംബർ മാസത്തിലേതാണ്. മൂസ മൗലവി വാണിമേൽ സിഹറുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു ദീർഘമായ ലേഖനം എഴുതിയിട്ടുണ്ട്. തീർത്തും സിഹറിന്റേതായി ഇന്ന് വിസ്ത മുജാഹിദുകളും CD ടവർ മുജാഹിദുകളും പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അക്കമിട്ട മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനമാണത്. യഥാർത്ഥത്തിൽ സുന്നികളെ എതിർക്കുക എന്നത് മാത്രമായിരുന്നു ഈ ലേഖനത്തിന്റെ ലക്ഷ്യം. ഇതിൽ നിന്ന് ഒരുപാട് ഭാഗത്ത് സിഹിർ ഫലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിഷേധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്താണ് സിഹിർ എന്ന തലക്കെട്ടിൽ ആധികാരികവും അംഗീകൃതവുമായ ഒരു പൂർണ്ണ നിർവചനം സിഹിർ നൽകപ്പെട്ട് കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാര്യം വഞ്ചനയുടേതായ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് യഥാർത്ഥമാണെന്ന് കണ്ണിൽ കാണിക്കുകയോ മനസ്സിൽ തോന്നിക്കുകയോ ചെയ്യുന്ന ക്ഷുദ്രപ്രവൃത്തി എന്ന നിർവചനം വളരെ പ്രാധാന്യത്തോടെ എടുത്തു കൊടുക്കുന്നു. അഥവാ സിഹറിന് യാഥാർത്ഥ്യമില്ല എന്നതാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് മൂസ മൗലവി വാണിമേൽ ഇവിടെ വ്യക്തമായി എഴുതുകയാണ്. എന്നിട്ട് സിഹറിനെ പല ഇനങ്ങളായി തിരിക്കുന്നുണ്ട്. ഒന്ന്, മനസ്സുകളിൽ സംഭവിച്ചു വന്ന തോന്നലുണ്ടാക്കി തീർക്കുകയും പരിശീലനം കൊണ്ട് നേടിയെടുക്കുന്ന അത്ഭുതകരമായ കയ്യൊതുക്കവും കൈവേഗതയും കൊണ്ട് കണ്ണുകളിൽ വെട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നതാണ് സിഹർ. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് നടക്കുന്ന മാജിക്കിനെ കുറിച്ചാണ് പറയുന്നത്. 2, ഭാവി കാര്യങ്ങളും മറഞ്ഞ കാര്യങ്ങളും അറിയാൻ ജ്യോത്സ്യന്മാരും ഗണിതക്കാരും ഉപയോഗിക്കുന്ന പ്രശ്നം വെക്കലും കവടി വാരലും കണക്ക് വെക്കലും മഷി നോക്കലും മറ്റും സിഹിറിന്റെ മറ്റൊരിനമാണ്. ജിന്ന്, കുട്ടിച്ചാത്തൻ, പിശാച്, മലക്ക്, ദേവതകൾ തുടങ്ങിയവരുടെ സഹായോത്താശകളാണ് ഇവക്ക് പിന്നിലെന്നും അവയെ സേവിച്ചും പൂജിച്ചും കീഴ്പ്പെടുത്തിയുമാണ് ഈ കഴിവ് സാധിക്കുന്നതെന്നുമാണ് പ്രചരിപ്പിക്കപ്പെടുന്ന ധാരണയും വിശ്വാസവും. എന്നാൽ ഈ ധാരണ ശരിയല്ലെന്നാണ് മൂസ മൗലവി തുടർന്നെഴുതുന്നത്. വാസ്തവത്തിൽ അത്തരം യാതൊരു ശക്തിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ല. കാര്യം വ്യക്തമാണ്. ഈ ഒരു തരം സിഹിറിന്റെ ഫലത്തെയും മൂസ മൗലവി വാണിന്മേൽ കൃത്യമായി നിഷേധിക്കുകയാണ്. 3ാമത്തെ സിഹിറിന്റെ ഇനം സംശയിക്കപ്പെടാത്ത നുണയും ഗുണകാംക്ഷയിൽ പൊതിഞ്ഞ ഏഷ്യണിയുമാണ് സിഹിറിന്റെ 3ാമത്തെ ഇനം. ഭാര്യ, ഭർത്താക്കൾ, അയൽവാസികൾ, കുടുംബ ബന്ധുക്കൾ, കൂട്ടുകാർ തുടങ്ങിയ ബന്ധങ്ങളിൽ പിണക്കവും ശുണ്ഠിയും ഉണ്ടാക്കി തീർക്കുവാൻ ഈ ഇനം ഉപയോഗപ്പെടുത്തുന്നു. ഭാര്യ ഭർത്താക്കളെ തമ്മിൽ അകറ്റുന്ന സിഹിറാണ് അവർ ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് പഠിച്ചതെന്ന ഖുർആന്റെ പ്രസ്താവം സിഹിറിന്റെ ഈ ഭാഗത്തെ സൂചിപ്പിക്കുന്നു. അഥവാ സൂറത്തുൽ ബഖറ 102 പറഞ്ഞ ആ ഒരു സിഹിറുമായി ബന്ധപ്പെട്ട് അത് ഏഷ്യണിയാണ് എന്നാണ് മൂസ മൗലവി വാണിമേൽ വ്യക്തമാക്കുന്നത്. അതിലപ്പുറത്തേക്ക് ഇന്ന് വിസ്തം മുജാഹിദുകാരും CD ടവർ മുജാഹിദുകാരും പറയുന്ന പൈശാചികതയിലൂടെയുള്ള സിഹിർ എന്ന ഈ ഒരു അർത്ഥത്തെ, ഈ ഒരു ആശയത്തെ മുച്ചൂടും നിഷേധിക്കുകയാണ് മൂസ മൗലവി വാണിമേൽ. 4ാമത്തെ സിഹിറിന്റെ ഇനം അതിഗൂഢമായി നടത്തപ്പെടുന്ന ചതിപ്രയോഗമാണ് മറ്റൊരു ഇനം സിഹിർ. ശത്രുക്കളുടെ ഉന്മൂലനത്തിനും ബുദ്ധിപരവും ശാരീരികവുമായ ഉപദ്രവമേൽപ്പിക്കുന്നതിനും വശീകരിച്ചെടുക്കുന്നതിനുമെല്ലാം കൈവിഷങ്ങളും നഞ്ഞു വസ്തുക്കളും ആഹാരപാനീയങ്ങളിലൂടെയോ മറ്റോ ഉദ്ദേശിക്കുന്നവരെ കൊണ്ട് കഴിപ്പിച്ചാണ് ഇത് നടത്തപ്പെടുന്നത്. അഥവാ 4ാമത്തെ ഇനം സിഹിറും ഇന്ന് പൈശാചിക സേവയിലൂടെ നടത്തപ്പെടുന്നതെന്ന അർത്ഥത്തിലുള്ള സിഹിർ അല്ല എന്നാണ് മൂസ മൗലവി വാണിമേൽ ഇവിടെ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ചുരുക്കത്തിൽ യഥാർത്ഥമോ
സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്ത ഒരു മിഥ്യയാണ് സിഹർ. 1982 നവംബർ മാസത്തിൽ മൂസ മൗലവി വാണിമേൽ എഴുതിയിരിക്കുന്ന ലേഖനമാണിത്. ആ കാലഘട്ടത്തിൽ ഈ ലേഖനത്തെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചുകൊണ്ടോ ഖണ്ഡിച്ചുകൊണ്ടോ എതിർത്തുകൊണ്ടോ ഒരു ലേഖനവും വന്നതായി ഇന്ന് വരെ എതിരാളികൾ ആരും ഉന്നയിച്ചിട്ടില്ല. മർക്കസുദ്ദാവ മുജാഹിദുകൾ അവരുടെ വാദത്തിന് അനുകൂലമായി കൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്നത് ഈ ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഖണ്ഡനം പറയാൻ മറ്റുള്ളവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. 1986 സെപ്റ്റംബർ മാസത്തിലെ അൽമനാർ മാസികയാണ് ആറാമതായി ഇവിഷയകമായി ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ എഴുതിയ സിഹർ എന്ന പേരിലുള്ള ഒരു ലേഖനം, ഹദീസ് പാഠം എന്ന പംക്തിയിലാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സിഹർ കുറ്റമാണ്, അതിന് യഥാർത്ഥ ഫലമില്ല. ദുർബല മനസ്സുകൾക്ക് അതിൽ ഫലമുണ്ടെന്ന് തോന്നാമെങ്കിലും അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ വളരെ കൃത്യമായിട്ടാണ് ഈ ലേഖനത്തിൽ സിഹറിന് ഫലമില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് പഴയ കാലത്ത് കേരളത്തിലെ മുജാഹിദുകൾ എഴുതുകയും പറയുകയും ചെയ്തിരുന്ന വാദം എന്നത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വാസ്തവമാണ്. പഴയകാല മുജാഹിദുകളുടെ സിഹറുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്തായിരുന്നു എന്നറിയുന്നതിന് വേണ്ടി ഏഴാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് 1986 ഫെബ്രുവരി മാസത്തിലെ അൽമനാറാണ്. ഇതിൽ ഒരു ചോദ്യവും മറുപടിയുമുണ്ട്. ചോദ്യം പിശാച് ബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിന്റെ മറുപടിയിൽ എഴുതുന്നത് നമുക്കിങ്ങനെ വായിക്കാം. ഈ വിഷയത്തിൽ ഇമാം ജുബ്ബായിയുടെ അഭിപ്രായം ഇമാം റാസി ഇങ്ങനെ ഉദ്ധരിക്കുന്നു: പിശാചുക്കൾക്ക് മനുഷ്യരെ വീഴ്ത്തുവാനോ അവരുടെ സുബോധം നശിപ്പിക്കുവാനോ സാധ്യമല്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പൊതുജനങ്ങൾ വെറുതെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. സിഹിർ കൊണ്ടും അങ്ങനെയൊക്കെ ചെയ്യാമെന്നും അവർ തെറ്റുധരിക്കുന്നു. ജുബായിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ എഴുതിയ ഈ വാചകങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം ഉത്തരത്തിൽ പറയുന്നു: അപ്പോൾ മനുഷ്യന് പിശാചിന്റെ രൂപം സ്വീകരിക്കുവാനോ പിശാചിന്റെ സ്വരത്തിലും ഭാഷകളിലും സംസാരിക്കുവാനോ കഴിയാത്തതുപോലെ തന്നെ പിശാചിനും മനുഷ്യരൂപം സ്വീകരിക്കാനും മനുഷ്യനെ പോലെ സംസാരിക്കാനും കൈക്രിയകൾ നടത്താനും സാധ്യമല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. റാസി ഇമാമിന്റെ ജുബായിയെ ഉദ്ധരിച്ചു കൊണ്ടുള്ള ആ ഒരു വാചകം എടുത്തു വെച്ചുകൊണ്ടാണ് ഇവിടെ ഉത്തരത്തിൽ വിധി നിർണയം നടത്തിയിരിക്കുന്നത്. എട്ടാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് 1996 ആഗസ്റ്റ് 2 ശബാബ് വാരികയാണ്. അതിന്റെ 9ാമത്തെ പേജിൽ ഷിർക്കിന്റെ വകഭേദങ്ങൾ എന്ന പേരിൽ ഒരു ലേഖനം കാണാം. മായിൻ കുട്ടി സുല്ലമി എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം: സിഹർ, മാരണം, ഉറുക്ക്, ഐക്കല്ല്, ഏലസ്, വളയങ്ങൾ, കവചങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇസ്ലാമിന് അന്യമാണ്, മിഥ്യയും മൂഢധാരണകളിൽപ്പെട്ടതുമാണ്. ഇവിടെ സിഹറിനെ കുറിച്ച് മിഥ്യയായത്, മൂഢധാരണകളിൽപ്പെട്ടത് എന്നൊക്കെയാണ് മായിൻ കുട്ടി സുല്ലമി എഴുതി വെച്ചിരിക്കുന്നത്. ഇത് 1996 ഷബാബിൽ പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെല്ലാം തന്നെ എല്ലാ മുജാഹിദുകളും സിഹറുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്: സിഹിർ എന്നത് അന്ധവിശ്വാസമാണ് എന്ന്. ഇനിയും സിഹറുമായി ബന്ധപ്പെട്ട് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് 97 പിലാത്തറയിൽ വെച്ച് നടന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് പുറത്തിറക്കിയിരിക്കുന്ന സുവനീറിൽ ഒരു ലേഖനമുണ്ട്. MM നദ്വി എഴുതിയിരിക്കുന്ന ക്ഷുദ്രവിദ്യകളും ദുർമൂർത്തികളും എന്ന പേരിൽ. ആ ലേഖനം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പരാമർശിച്ചു പോകുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനമായി കൊണ്ട് MM നദ്വി എഴുതുന്നത് നമുക്കിങ്ങനെ വായിക്കാം: ചുരുക്കത്തിൽ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നു, മുഴുവൻ ദുർഭൂതങ്ങളെയും മനുഷ്യ പിശാചുക്കളെയും വെടിഞ്ഞ് അവരുടെ ആഭിചാരം, മാരണം, ക്ഷുദ്രം, കൂടോത്രം, പ്രശ്നം നോക്കൽ, ജ്യോത്സ്യം, കൈനോട്ടം തുടങ്ങിയതിനെ അവഗണിച്ച് ജീവിതക്കളരിയിൽ മുന്നേറുക. അഥവാ ഇത്തരം കൃത്യങ്ങളെയെല്ലാം
അവഗണിക്കണമെന്നും അവഗണിച്ചുകൊണ്ട് ജീവിതക്കളരിയിൽ മുന്നേറണമെന്നുമാണ് ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ എഴുതുന്നത്. ഇത് യഥാർത്ഥമാണെങ്കിൽ, ഫലമുള്ളതാണെങ്കിൽ അവഗണിക്കാനല്ല പറയുക, മറിച്ച് അതിൽ നിന്ന് രക്ഷ നേടുവാനാണ് ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ആഭിചാരം, മാരണം എന്ന അർത്ഥത്തിലുള്ള സിഹർ ഫലിക്കില്ല എന്ന് തന്നെയാണ് ഈ ലേഖനത്തിലും എം നദവി എഴുതി വച്ചിരിക്കുന്നത്. ഇത് മായിൻകുട്ടി സുല്ലമി എഴുതിയ ദൈവവിശ്വാസം വിവിധ മുഖങ്ങൾ എന്ന പുസ്തകമാണ്. 1997 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ 57-ാമത്തെ പേജിൽ സ്വഹാബികൾ പൊട്ടിച്ചെറിഞ്ഞത് എന്ന തലവാചകത്തിൽ അദ്ദേഹം എഴുതുന്നു: സിഹർ, മാരണം, ഉറുക്ക്, ഐക്കല്ല്, ഏലസ്, വളയങ്ങൾ, കവചങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇസ്ലാമിന് അന്യമാണ്. മിഥ്യയും മൂഢധാരണകളിൽപ്പെട്ടതുമാണ്. മറ്റു പല സമുദായങ്ങളിലും ഉണ്ടായിരുന്ന ഇക്കാര്യം മുസ്ലിങ്ങളുടെ ഇടയിലും കടന്നുകൂടിയിരിക്കുകയാണ്. ഇങ്ങനെ സിഹറിനെ മിഥ്യയായും മൂഢധാരണകളിൽപ്പെട്ടതായുമാണ് മായിൻകുട്ടി സുല്ലമി അദ്ദേഹത്തിന്റെ 1997 പുറത്തിറക്കിയിരിക്കുന്ന ഈ പുസ്തകത്തിലും പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ 2001 പിളർപ്പുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 10 പുസ്തകങ്ങളാണ് സിഹറുമായി ബന്ധപ്പെട്ട് പഴയകാല മുജാഹിദുകളുടെ നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതാനും ക്ലിപ്പുകൾ കൂടി ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഒന്നാമതായി MT അബ്ദുറഹ്മാൻ മൗലവി. അദ്ദേഹത്തെ കേരളത്തിലെ മുജാഹിദുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ വിഭാഗവും അംഗീകരിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. 2001 പിളർപ്പുണ്ടായ ഉടനെ അന്നത്തെ മടവൂർ വിഭാഗം മുജാഹിദുകൾ പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാക്കളെയെല്ലാം കണ്ട് ഓരോ വീഡിയോകൾ എടുക്കുകയുണ്ടായി. അത്തരമൊരു വീഡിയോയിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് MT അബ്ദുറഹ്മാൻ മൗലവി സിഹറുമായി ബന്ധപ്പെട്ട പഴയകാല മുജാഹിദ് നേതാക്കളുടെ വിശ്വാസം എന്തായിരുന്നുവെന്ന് പറയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. നബിക്ക് സിഹർ ബാധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല. നബിക്ക് സിഹർ ബാധിച്ചിരുന്ന ഇന്നുമെല്ലാ സിഹറിങ്ങും സർ ഖുർആനിൽ സിഹറാണെന്ന് അവർ പറഞ്ഞിരുന്നു, അത് മുസ്ലിങ്ങൾ. അതുപോലെ നബിക്ക് സിഹർ ബാധിച്ചിരുന്നു ഏതോ യഹൂദന്മാർ നല്ല സനത് നന്നായാൽ മതിയല്ല. അപ്പം ഹദീസ് പറയുന്നവർക്ക് നബിക്ക് സിഹർ ബാധിക്കാൻ യാതൊരു കാരണമില്ല, ബാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല. ഹദീസിന്റെ അവസ്ഥ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ. എന്നല്ലാതെ സിഹർ കഥ ചെയ്യാത്ത പോലുള്ള ചില ആളുകളൊക്കെ അതിനെ എതിർത്തിട്ടുണ്ട് മുമ്പ് തന്നെ. ചില പണ്ഡിതന്മാരൊക്കെ അതിനെ എതിർത്തിട്ടുണ്ട്. പിന്നിപ്പം സിഹർ ബാധിച്ചു എന്നും ബാധിക്കുന്ന വാദം എന്നല്ലാതെ യഹൂദന്മാർ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം യഹൂദന്മാർ നിർമ്മാണമായിരിക്കണം അത് എന്ന് വിചാരിക്കാൻ എന്നല്ലാതെ അതിന് അടിസ്ഥാനപരമായി സംഭവിക്കാൻ വ്യവസ്ഥയില്ല. വളരെ കൃത്യമായി കൊണ്ടാണ് MT അബ്ദുറഹ്മാൻ മൗലവി സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ഹദീസുകളൊന്നും തന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന എത്രയെത്ര ഹദീസുകളെ നിഷേധിച്ചുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്തരമൊരു വാദത്തിലേക്ക് എത്താൻ കഴിയുക? എനിക്ക് വിസ്ത മുജാഹിദുകളോടും CD ടവർ മുജാഹിദുകളോടും ചോദിക്കാനുള്ളത്, ഇന്ന് നിങ്ങൾ മർക്കസ് ദഅവ മുജാഹിദുകാരെ ഹദീസ് നിഷേധികളാക്കുമ്പോൾ ഈ MT അബ്ദുറഹ്മാൻ മൗലവിയെയും നിങ്ങൾ ഹദീസ് നിഷേധിയാക്കുമോ എന്നാണ്. അത്ര പച്ചക്കല്ലേ അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും മറ്റും ഹദീസ് ഗ്രന്ഥങ്ങളിലുമെല്ലാം വന്ന 100 കണക്കിന് ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതല്ലായിരുന്നു പഴയകാല മുജാഹിദുകളുടെ നിലപാട്. ഈ നിലപാടിൽ നിന്ന് എന്നു മുതലാണ് കേരളത്തിലെ മുജാഹിദുകൾ മാറിയതെന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ സഗരിയ സ്വലാഹിയുടെ പ്രഭാഷണം കേൾപ്പിച്ചുകൊണ്ട് സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത്, വളരെ വലിയ അപജയങ്ങളിൽ നിന്നാണ്, അബദ്ധങ്ങളിൽ നിന്നാണ്, ഹദീസ് നിഷേധത്തിൽ നിന്നാണ്, ഖുർആൻ നിരാകരണത്തിൽ നിന്നാണ് മുജാഹിദുകളുടെ തുടക്കം തന്നെ. ഇനിയും നിങ്ങൾ മറ്റൊരു തലമുതിർന്ന മുജാഹിദ് നേതാവായിരുന്ന ഇസ്ഹാഖ് മൗലവി പറയുന്നത് കേൾക്കുക. ഏർപ്പാട് തെറ്റാണ്, അത് ഫലിക്കുന്നു വിശ്വാസിക്കില്ല. നബിക്ക് സിഹർ വലിച്ചിരുന്നു എന്ന് പറയുന്നത്
എനിക്കത് അറിയില്ല പറയട്ടെ. നബിക്ക് സീറ് വെച്ചെന്ന് പറഞ്ഞൊക്കെ ഒരു ഐതിഹ്യങ്ങളാണ്. കേട്ടുകേൾവി അനുസരിച്ച് വേണ്ട. ഇവിടെ ഇസ്ഹാഖ് മൗലവിയും പറയുന്നത് നേരത്തെ MT അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞതിന് സമാനമായി തന്നെയാണ്. സിഹർ ഫലിക്കുമെന്ന വിശ്വാസം അദ്ദേഹത്തിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ഫലിച്ചു എന്ന് പറയുന്നത് ഐതിഹ്യമാണ്, കേട്ടുകേൾവിയാണ് എന്നൊക്കെ. ഇങ്ങനെയായിരുന്നു പഴയ കാലത്ത് കേരളത്തിലെ മുജാഹിദുകൾ കേരള മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. ഹദീസ് നിഷേധത്തിന്റെയും ഖുർആൻ നിരാകരണത്തിന്റെയും നേർമാതൃകകൾ. ഇന്ന് സിഹർ ഫലിക്കില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ഫലിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന മർക്കസുദ്ദഅവ മുജാഹിദുകളെ എന്തൊക്കെ പേര് പറഞ്ഞുകൊണ്ടാണോ മറ്റു മുജാഹിദുകൾ വിമർശിക്കുന്നത്, ആ വിമർശനങ്ങൾക്കെല്ലാം പഴയകാല മുജാഹിദ് നേതാക്കൾ അർഹരായിരുന്നു എന്നാണ്. അടുത്തതായി സക്കരിയ സ്വലാഹി സിഹറുമായി ബന്ധപ്പെട്ട് നടത്തിയ പഴയ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗം നമുക്ക് കേൾക്കാം. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലെന്നല്ലേ നമ്മളെ വിശ്വാസം, അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. സക്കരിയ സ്വലാഹിയുടെ പറയുന്നത് ഫലിക്കില്ല എന്നതല്ലേ നമ്മുടെ വിശ്വാസം എന്നാണ്. അഥവാ അന്നത്തെ കേരളത്തിലെ മുജാഹിദുകളുടെ വിശ്വാസത്തെ കുറിച്ചാണ് സക്കരിയ സ്വലാഹിയ പറഞ്ഞിരിക്കുന്നത്. അന്ന് എല്ലാ മുജാഹിദുകളും ഇങ്ങനെ തന്നെയായിരുന്നു പറയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത്. KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പ്രസംഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ സിഹർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവര് സീറ് വെച്ചാ പോരാ. കടവത്തൂർ ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ, നദി പോകും തലശ്ശേരിക്ക്. എത്ര കൃത്യമായി കൊണ്ടാണ് ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് KV അബ്ദുൽ ലത്തീഫ് മൗലവിയും ഈ പ്രഭാഷണം നടത്തിയിരിക്കുന്നത്. കാരണം അന്നത്തെ എല്ലാ മുജാഹിദുകളുടെയും വാദം അത് തന്നെയായിരുന്നു. അതാണ് ആയത്തോതിക്കൊണ്ട് അബ്ദുൽ ലത്തീഫ് മൗലവി പ്രസംഗിച്ചത്. ആ പ്രസംഗമായിരുന്നു അന്നത്തെ മുജാഹിദുകളുടെ ശരി. പക്ഷേ കാലം കഴിഞ്ഞു, ഗൾഫ് സലഫിസം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ പഴയ പല വാദങ്ങളും തെറ്റാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന്റെ ഭാഗമായി ഈ സിഹർ വിഷയത്തിലും അവർക്ക് തിരുത്തു വരുത്തേണ്ടി വന്നു. പക്ഷേ രസകരമായ കാര്യം, ഈ തിരുത്തു വരുത്തിയവർ തന്നെയും ഞങ്ങൾ പാരമ്പര്യമായി പഴയകാല മുജാഹിദ് നേതാക്കളുടെ ആശയത്തിലാണ് എന്ന പച്ച നുണ പറഞ്ഞു പ്രചരിപ്പിച്ചു എന്നതാണ്. കല്ലുവെച്ച നുണ പറഞ്ഞു പ്രചരിപ്പിച്ചു എന്നതാണ്. അന്ന് സിഹിറിനെ എതിർക്കുന്നതിന് വേണ്ടി അവർ പറഞ്ഞിരുന്നത് സിഹിർ ഫലിക്കുമെന്നത് അന്ധവിശ്വാസമാണ് എന്നായിരുന്നു. കേരളത്തിലെ പാരമ്പര്യ മുസ്ലിംകളെ, സുന്നികളെ അവർ അന്ധവിശ്വാസികളാണെന്നും അവർ ബഹുദൈവ വിശ്വാസികളാണെന്നും എല്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാരണങ്ങളെ മുജാഹിദുകൾ ആയുധമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ആയുധമായിരുന്നു അന്നവർക്ക് സിഹിർ. നിങ്ങൾ ഈ കാണുന്നത് വിചിന്തനം 2002 സെപ്റ്റംബർ 16 അബ്ദുറഹ്മാൻ ഇരുവേറ്റിയുടെ ലേഖനമാണ്. ഈ ലേഖനത്തിൽ അബ്ദുറഹ്മാൻ ഇരുവേറ്റി സിഹറുമായി ബന്ധപ്പെട്ട് അന്ധവിശ്വാസം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 50 വർഷത്തിലേറെയായി കേരളത്തിൽ ആഞ്ഞുവീശുന്ന വിപ്ലവ കൊടുങ്കാറ്റാണ് KNM. അതിന്റെ ശക്തിയായ ആഞ്ഞുവീശലിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടപുഴകി വീഴുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരിനമാണ് ചികിത്സാ രംഗത്തെ അന്ധവിശ്വാസങ്ങൾ. രോഗങ്ങളെയെല്ലാം പിശാചുവൽക്കരിക്കുകയും അവയുടെ ചികിത്സകളായി നൂല്, ഏലസ്, ഐക്കല്ല്, പിഞ്ഞാണമെഴുത്ത്, ഉറുക്ക്, മന്ത്രിച്ച വെള്ളം, മാരണം, ഹോമം, മഷീടൽ, എഴുതിക്കെട്ടൽ, എഴുതിത്തൂക്കൽ, കലക്കി കുടിക്കൽ, എഴുന്നള്ളത്ത്, ഖബർ തീർത്ഥാടനം, ജാറമൂടൽ, മുത്തൽ, നേർച്ച വഴിപാടുകൾ അർപ്പിക്കൽ തുടങ്ങിയ ഒട്ടനേകം ദുരാചാരങ്ങളെ കടപ്പുഴക്കുകയും ചെയ്ത, ഇപ്പോഴും ആ ദൗത്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുഴുകിയിട്ടുള്ള പ്രസ്ഥാനമാണ് KNM. അഥവാ മാരണം അന്ധവിശ്വാസത്തിന്റെ പട്ടികയിലാണ് അന്ന് മുജാഹിദുകൾ ഉൾപ്പെടുത്തിയിരുന്നത്. തീർന്നിട്ടില്ല. ഇത് 2004 മെയ് 14 വിചിന്തനമാണ്. ഹദീസ് പാഠം എന്ന ഒരു ലേഖനം ഇതിൽ കാണാം. അതിന്റെ തലക്കെട്ട് മന്ത്രം മാരണം എന്നാണ്. ഇതിൽ എഴുതുന്നു, രോഗചികിത്സ ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യർ ഉപയോഗിക്കുന്ന ഒട്ടേറെ ക്ഷുദ്രങ്ങളിൽപ്പെട്ടവയാണ് മന്ത്രവും ഐക്കല്ലും മാരണവുമെല്ലാം. ഇതിങ്ങനെ എഴുതിയിട്ട് പിന്നെ താഴെ പറയുന്നു, ഇവയുടെ ഫലസിദ്ധിയെ കുറിച്ചുള്ള ഒട്ടേറെ നിറം പിടിപ്പിച്ച കഥകൾ സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട്. ഇത്തരം സിദ്ധിയുള്ള ചില കേന്ദ്രങ്ങൾ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ജനം കാണാറുണ്ട്. ജനം ഏറെ വഞ്ചിക്കപ്പെടുന്നതും അനുഭവമാണ്. എങ്കിലും ജനങ്ങൾ വീണ്ടും അവയിൽ തന്നെ ചെന്നു ചാടുന്നു. ഇത്തരം അന്ധവിശ്വാസങ്ങളെ
അടിയോടെ പിഴുതുമാറ്റുക എന്നത് ഏകദൈവ വിശ്വാസികളുടെ ബാധ്യതയാണ്. മാരണത്തെയും ഇവിടെ അന്ധവിശ്വാസത്തിലേക്കാണ് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് പഴയകാല മുജാഹിദുകൾ സിഹറുമായി ബന്ധപ്പെട്ട നിലപാട് പറഞ്ഞിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ മുജാഹിദുകൾ മാരണത്തെ അഥവാ സിഹിറിനെ അന്ധവിശ്വാസങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിക്കൊണ്ടാണ് പൂർവ്വകാലങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചിരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എന്റെ കയ്യിൽ കാണുന്നത് 2 നോട്ടീസുകളാണ്. കേരളത്തിലെ മുജാഹിദ് സംസ്ഥാന സമിതി പുറത്തിറക്കിയിരിക്കുന്ന നോട്ടീസ്. ഒന്ന് 2006 സാൽവേഷനുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയത്. രണ്ടാമത്തേത് 2008 ചങ്ങരംകുളം മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയത്. രണ്ടിനും മാരണത്തെ പറയുന്നതാവട്ടെ അന്ധവിശ്വാസങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിക്കൊണ്ടും. സാൽവേഷൻ നോട്ടീസിൽ നിന്ന് ആദ്യം നമുക്ക് വായിക്കാം. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഹോമം, നരബലി, കൂടോത്രം, മാരണം, ഉറുക്ക്, ഐക്കല്ല്, ഏലസ്, പിഞ്ഞാണമെഴുത്ത്, ജാറം മൂടൽ, പ്രശ്നം വെക്കൽ, കണി, കൈനോട്ടം, കൈനീട്ടം, മുഹൂർത്തം എല്ലാം പൗരോഹിത്യത്തിന്റെ സൃഷ്ടി, തട്ടിപ്പ്. അഥവാ ഈ നോട്ടീസിൽ മാരണത്തെയും പൗരോഹിത്യത്തിന്റെ സൃഷ്ടിയായും തട്ടിപ്പായി കൊണ്ടുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുജാഹിദ് സമ്മേളനത്തിന്റെ നോട്ടീസിൽ നിന്ന് വായിക്കാം. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഹോമം, നരബലി, കൂടോത്രം, ജിന്നുസേവ, ഉറുക്ക്, ഐക്കല്ല്, ഏലസ്, പിഞ്ഞാണമെഴുത്ത്, ജാറം മൂടൽ, പ്രശ്നം വെക്കൽ, കണി, കൈനോട്ടം, കൈനീട്ടം, മുഹൂർത്തം എല്ലാം പൗരോഹിത്യത്തിന്റെ സൃഷ്ടി, തട്ടിപ്പ്, വെട്ടിപ്പ്. ഈ നോട്ടീസിലും മാരണത്തെ പൗരോഹിത്യത്തിന്റെ സൃഷ്ടിയായും തട്ടിപ്പും വെട്ടിപ്പുമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇത് രണ്ടും വായിക്കുമ്പോൾ ഒരു നോട്ടീസ് മറ്റൊരു നോട്ടീസിൽ നിന്നുള്ള കോപ്പി പേസ്റ്റ് ആണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. രണ്ടും തീർത്തും വ്യത്യസ്തമായ 2 നോട്ടീസുകളാണ്. നിങ്ങൾക്കത് രണ്ടും ഒരുമിച്ച് ഇവിടെ വായിക്കാം. രണ്ടും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ആശയത്തിൽ ഒന്നാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പഴയകാല മുജാഹിദ് ആശയത്തിന്റെ ശേഷിപ്പുകളുള്ള ആളുകൾ ഇറക്കിയ നോട്ടീസായത് കൊണ്ട്. ഇങ്ങനെയാണ് കേരളത്തിലെ പഴയകാല മുജാഹിദുകൾ അവരുടെ ആശയങ്ങൾ പഠിപ്പിച്ചിരുന്നത്, പ്രചരിപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരപ്പനങ്ങാടി ഖണ്ഡന പ്രഭാഷണങ്ങളിൽ കടന്നു വന്ന മുജാഹിദുകളുടെ മറ്റൊരു പുസ്തകമാണ് നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിന്റെ സ്ഥാനവും എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ 213-ാമത്തെ പേജിൽ സിഹറുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിഷയം അജ്വാകാരക്കയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് വിശദീകരിച്ചുകൊണ്ട് എഴുതുന്നു. ആഭിചാരത്തെ സംബന്ധിച്ചാണ് പിന്നീട് നോക്കുവാനുള്ളത്. ആഭിചാരത്തിന്റെ മാരണത്തിന്റെ ഉപദ്രവം എന്നത് കേവലം ഒരു മാനസിക രോഗമാണെന്നും അതിന് മാനസിക ചികിത്സ വേണ്ടതാണെന്നും മാനസികമായ ആരോഗ്യത്തിൽ ശാരീരികമായ ആരോഗ്യത്തിനും പങ്കുണ്ടെന്നും നാം സമ്മതിക്കുന്ന പക്ഷം അങ്ങനെ സമ്മതിക്കേണ്ടതുണ്ട് താനും. അതിലും അസാങ്കത്യമായി ഒന്നും കാണുന്നില്ല. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമാനി മൗലവി ഇത് പരിഭാഷപ്പെടുത്തി എഴുതിയപ്പോഴും സിഹിറിന് ഇന്ന് വിസ്ഡം മുജാഹിദുകളോ സീഡി ടവർ മുജാഹിദുകളോ പറയുന്നത് പോലെ ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല എന്നതാണ്. അതേ സമയത്ത് മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ ഇവിടെ അമാനി മൗലവി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ചികിത്സയായിക്കൊണ്ട് അമാനി മൗലവി പറയുന്നത് മനസ്സിന് ആരോഗ്യം നൽകുന്ന തരത്തിലുള്ള, മനസ്സിന് ബലം നൽകുന്ന തരത്തിലുള്ള, ദൃഢത നൽകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടണം എന്നാണ്. അതിലപ്പുറത്തേക്ക് മന്ത്രമോ പ്രാർത്ഥനയോ നടത്തിക്കൊണ്ടുള്ള ചികിത്സയെ ഇവിടെ അമാനി മൗലവി എഴുതിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വീണ്ടും അമാനി മൗലവി എഴുതുന്നു, ആഭിചാരദോഷം ബാധിച്ചവന്റെ മനസ്സിന് അത് തീർച്ചയായും നല്ല മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വിചാരം, വികാരം, ഊഹം, ദുഃഖം, സുഖം ആദിയായ കാര്യങ്ങൾക്ക് പല രോഗ കാരണങ്ങളിലും അവയുടെ ശമനത്തിലും കാര്യമായ പങ്കുണ്ടായിരിക്കുമെന്നുള്ളത് വൈദ്യശാസ്ത്രം അംഗീകരിച്ച തത്വമത്രേ. അഥവാ സിഹിറിലൂടെ മാനസികമായ വല്ല രോഗവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ചുള്ള ചികിത്സകളാണ് നടത്തേണ്ടത് എന്നാണ് അമാനി മൗലവി ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ഈ 3-ാമത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, വിസ്ഡം മുജാഹിദുകൾ പറയുന്നത് സിഹിർ വിഷയത്തിൽ അവരുള്ളത്
മുജാഹിദുകളുടെ പാരമ്പര്യത്തിലാണത്രേ. കേരളത്തിൽ 1922 ശേഷം ആരംഭിച്ച മുജാഹിദ് പ്രസ്ഥാനം അന്ന് പറയുന്നത് തന്നെയാണത്രേ ഇന്നും ഇവർ പറയുന്നത്. നുണ പറയുന്നതിനും വേണ്ട ഒരതിര്. ഇവരുടെ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. പിന്നെ മറ്റൊരു അപകടം എന്താ വെച്ചാൽ, ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ ഈ കേരളക്കരയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം കൊണ്ടു നടക്കുന്നൊരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം. അപ്പോൾ അതിൻ്റെ ആദർശ പാരമ്പര്യത്തെ എന്തു ചെയ്യുന്നു, ഒരു മടിയുമില്ലാതെ ചോദ്യം ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. ഇതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഇത് കാരണം ഇവരിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള അപകടങ്ങളാണ്. സിഹറുമായി ബന്ധപ്പെട്ട പ്രൂഫ് പോയിന്റിലാണ് മൂസ സ്വലാഹിക്കാര് ഈ പച്ച നുണ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരള മുജാഹിദുകളുടെ പൂർവ്വകാല നേതാക്കൾ സിഹറുമായി ബന്ധപ്പെട്ട് പുലർത്തിപ്പോന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നത് സവിസ്തരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ പാരമ്പര്യ മുജാഹിദുകളുടെ വഴിയിൽ നിന്ന് മാറിയത്. എന്നിട്ട് ഇവർ മറ്റുള്ളവരെ കുറിച്ച് അത് അങ്ങോട്ട് ആരോപിക്കുകയാണ്. എത്ര വലിയ വൈരുദ്ധ്യങ്ങളാണ് ഇവർക്കിടയിൽ നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. രണ്ടാമത്തെ വിഷയം നേർപ്പഥം വാരികയിൽ വന്ന ഒരു ലേഖനമാണ്. സിഹിർ ചെയ്യുന്നതും സിഹിറിനെ നിഷേധിക്കുന്നതും കുഫർ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ലേഖനത്തിന്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് എഴുതുന്നത് ഇങ്ങനെയാണ്: സിഹിർ എന്ന വിഷയം പ്രമാണബദ്ധമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ എന്തുമാത്രം അപകടത്തിലേക്കാണ് അത് മനുഷ്യനെ ചാടിക്കുന്നത് എന്ന കാര്യമാണ് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത്. സിഹിർ ചെയ്യുന്നതും കുഫർ, സിഹിറിനെ കളവാക്കുന്നതും കുഫർ. അഥവാ സിഹിർ ഫലിക്കുമെന്നതിനെ നിഷേധിക്കുന്നതും കുഫറായിട്ടാണ് ഈ നേർപഥം എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ വാദം അനുസരിച്ചുകൊണ്ട് കേരളത്തിലെ പൂർവ്വകാല മുജാഹിദുകളിൽ എത്ര പേർ മുസ്ലിമായിട്ടുണ്ടാകും എന്ന്. കേരളത്തിലെ പാരമ്പര്യ മുസ്ലിംകളെ ഷിർക്കിന്റെയും കുഫറിന്റെയും വാക്താക്കളാക്കി രംഗത്ത് വന്ന ആ മൗലവിമാർ, അവരെ തന്നെയാണ് ഇന്ന് അവരുടെ പുതിയ തലമുറ ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകളാക്കിക്കൊണ്ട് മുദ്ര കുത്തുന്നതെന്നത് വളരെ വലിയ രസം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൽ സിഹിറിനെ നിഷേധിക്കുന്നത് കുഫറായിട്ടാണ് പരിചയപ്പെടുത്തിയതെങ്കിൽ 2001 പിളർപ്പിന്റെ സമയത്ത് അന്നത്തെ KNM ഈ സിഹിർ നിഷേധത്തെ കണ്ടിരുന്നത് വെറും ഒരു മസ്അല തർക്കം മാത്രമായിട്ടായിരുന്നു. അഥവാ കുഫറിന്റെയോ അല്ലെങ്കിൽ അനാചാരത്തിന്റെയോ അന്ധവിശ്വാസത്തിന്റെയോ ഒന്നും ഒരു വിഷയമായിട്ടായിരുന്നില്ല കണ്ടിരുന്നത്. സക്കരിയ സ്വലാഹി അന്നത്തെ മടവൂർ വിഭാഗവുമായി ഒരു സംവാദം നടത്തിയപ്പോൾ അതിലൊരു ചോദ്യത്തോട് അദ്ദേഹം നടത്തിയ പ്രതികരണം നിങ്ങളൊന്ന് കേൾക്കുക. സിഹിർ, ജിന്ന് ബാധ, പിശാച് ബാധ ഇവയെക്കുറിച്ചുള്ള സലഫി കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും ഒന്ന് തന്നെയാണോ വ്യക്തമാക്കുക. സിഹിർ, ജിന്നുബാധ ഇത് സംബന്ധമായി സലഫികൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടെന്ന് നാനാഭാഗത്തുനിന്ന് സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇത് രണ്ട് മസ്അലകളിലുള്ള തർക്കമാണ്. ഈ മസ്അലയിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ തെളിവുകൾ പരിശോധിക്കുന്നതിലും അതിന്റെ ബലാബലം നിർണ്ണയിക്കുന്നതിലും അതിനെ വ്യാഖ്യാനിക്കുന്നതിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നതാണ്. അപ്പൊ സിഹിറുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറയിലെ വത്തബഉമാത്തത്തുൽ ശയാത്തീനു അലാ മുൽക്കി സുലൈമാന എന്ന ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ വ്യാഖ്യാനിക്കുന്നിടത്തുണ്ടായ വ്യത്യാസങ്ങൾ, അത് റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്, അതിനെ വ്യാഖ്യാനിക്കുന്നിടത്തുണ്ടായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള പഠനത്തിലും പരിശോധനയിലും ബലാബലം നിർണ്ണയിക്കുമുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ സലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലും ആവശ്യത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാത്രമായിട്ട് അതിൽ പുതിയ ഒരു തീരുമാനമോ പുതിയ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സക്കരിയ സ്വലാഹിയോട് പറയുന്നത് സിഹറുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, അത് സലഫി പണ്ഡിതന്മാർക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ആ അഭിപ്രായ വ്യത്യാസത്തിൽ സിഹറിനെ നിഷേധിക്കുന്ന വിഭാഗത്തിലുള്ള ആളുകളെ കുഫറിന്റെ വക്താക്കളായിട്ടാണോ അന്ന് പരിചയപ്പെടുത്തിയത്? കേവലം ഒരു മസ്അല തർക്കം മാത്രമായിട്ട്. ഇങ്ങനെ മസ്അല തർക്കമായി പരിചയപ്പെടുത്തിയ ഒരു വിഷയമാണ് പിന്നീട് വളർന്ന് വലുതായി വികസിച്ചതിന് ശേഷം ഹദീസ് നിഷേധമായും സിഹിറിനെ നിഷേധിക്കൽ കുഫറായും ഒക്കെ ഇവർ പരിചയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഈ ചർച്ചയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുജാഹിദുകൾ ഓരോ വിഷയത്തെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതാണ്. ഇന്ന് ഒരു വാദമാണ് ഒരു മുജാഹിദ് മൗലവിക്കുള്ളതെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനിക്കുക, വ്യാഖ്യാനിക്കാൻ കഴിയാത്തവയെ തള്ളിക്കളയുക. ഇതാണ് പണ്ടും ഇന്നും കേരളത്തിൽ മുഴുവൻ മുജാഹിദ് മൗലവിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
മർക്കസ് ദഅവ മുജാഹിദുകളായാലും CD ടവർ മുജാഹിദുകളായാലും വിസ്ഡം മുജാഹിദുകളായാലും എല്ലാവരും ഈ വിഷയത്തിൽ സമമാണ്. ആർക്കും ഈ വിഷയത്തിൽ ഒരു ഉളുപ്പുമില്ല എന്നതാണ് വാസ്തവം. കേരളത്തിലെ സുന്നികളുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഏത് വിഷയം എടുത്തു നോക്കിയാലും അതിലെല്ലാം തന്നെ അവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ് സിഹിർ എന്നത്. കേരളത്തിലെ മുജാഹിദുകൾ ഖുർആനിനെ നോക്കിക്കണ്ടതിന്റെയും ഹദീസുകളെ സ്വീകരിച്ചതിന്റെയും നേർചിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു അവസരത്തിൽ സിഹിറുമായി ബന്ധപ്പെട്ട ചർച്ച ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിട്ടത്. സിഹിർ വിഷയത്തിൽ മാത്രമല്ല, ഇത്തരം പിഴച്ച വാദങ്ങൾ കേരളത്തിലെ മുജാഹിദുകൾ കൊണ്ടു നടക്കുന്നത് പിശാചുബാധയുമായി ബന്ധപ്പെട്ടുണ്ട്, ഹദീസ് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് ഉണർത്താനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ പിഴച്ച വാദങ്ങളിലൂടെയാണ്. പാരമ്പര്യ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ഇബ്നു തീമിയയിൽ നിന്നോ ഇബ്നു അബ്ദുൽ വഹാബിൽ നിന്നോ റഷീദ് റിളയിൽ നിന്നോ മുഹമ്മദ് അബ്ദുവിൽ നിന്നോ ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നോ ഒക്കെ കടമെടുത്ത പിഴച്ച കുറെ വാദങ്ങൾ, അഖലാനിസത്തിൽ ഊട്ടിയെടുത്ത കുറെ ചിന്തകൾ, ഇതാണ് 1920കളിൽ കേരളത്തിലേക്ക് ഇവർ ഇറക്കുമതി ചെയ്തത്. ഇന്ന് സൗദി അറേബ്യയിലെ പല പണ്ഡിതന്മാരും തീർത്തും അഖലാനി എന്ന് വിളിച്ച റഷീദ് റിളയുടെ തഫ്സീറുൽ മനാറും മജല്ലത്തുൽ മനാറും വായിച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഈ ബിദഈ ചിന്തകൾ കടന്നു വന്നതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അന്ന് അവർ പ്രചരിപ്പിച്ച ആശയങ്ങൾ എത്ര വിഷലിപ്തമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ കാലങ്ങളോളം ഖുർആൻ പഠിച്ചു, ഹദീസിൽ നിന്ന് തള്ളാവുന്നതും കൊള്ളാവുന്നതും പഠിച്ചു എല്ലാം നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവർ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം പഠിപ്പിച്ചത് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്കും ഖുർആൻ അറിയാം, ഞങ്ങളുടെ മുമ്പിലും ഹദീസുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് തോന്നിയതുപോലെ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുകയും അവർക്കിഷ്ടമുള്ള ഹദീസുകൾ സ്വീകരിക്കുകയും ബാക്കിയുള്ളവയെ തള്ളുകയും ചെയ്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദുരന്ത ഫലങ്ങളാണ് ഇന്നും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ചയുടെ ബാക്കിയിൽ വരുന്ന ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട പിശാച് ബാധയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും മുജാഹിദുകളുടെ പിഴച്ച വാദങ്ങളെ തിരിച്ചറിയണമെന്നും ഉണർത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.